എനിക്ക് ഇഷ്ടമാണ് പ്രേമിക്കാൻ എപ്പോഴും. നമ്മുടെ സാഹചര്യവശാൽ എപ്പോഴും അങ്ങനെ നമ്മൾ കുറെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് തീർക്കുക. വേറെ എന്ത് ചെയ്യാൻ? വീട്ടിൽ ഭാര്യ ഓടിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ കണ്ണ് അമേസിംഗ് ആണ്. അത് അടുത്ത കാലത്ത് മലയാളത്തിൽ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണ് ഭയങ്കര കിടങ്ങ. സുരേഷിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ശരിക്കും ആര് കാസ്റ്റ് ചെയ്തു? ഓ, ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു സിനിമയിൽ എന്നെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ തലയിൽ കെട്ടിവെച്ചതാണ് എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന. പിന്നെ എന്റെ പാർട്ട്ണറെ ഞാൻ സെലക്ട് ചെയ്ത് ആ സിനിമയൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഗ്രാജുവലി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ചെറിയ മൊമെന്റുകളൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ ഒന്നിച്ച് കുറച്ച് സമയം നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്താലോ എന്ന് തോന്നി. പ്രണയ സീനാണെന്നുണ്ടെങ്കിൽ അതിനെ എന്നെ റെഡിയാക്കി വിടുന്നത് ദീപ്തിയാണ്. അത്രയും കംഫർട്ടബിൾ സിനിമയിൽ നിന്നുള്ള ഒരാളെ കല്യാണം കഴിച്ചു. ആൾക്കാരെ ഏറ്റെടുത്തൊരു പിന്നെ പ്രശ്നം വെച്ചിട്ട് ചെയ്തതാ. ആൾക്കാർ അതേപോലെ ചവിട്ടി പുറത്തെടുത്ത് കളഞ്ഞു. നിങ്ങൾ ആദ്യം മുതലേ നിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ എല്ലാം ഒരേ ടൈപ്പ് തന്നെയാണ് പരിപാടികൾ. അത് എങ്ങനെയാണോ ഒരേപോലെ വ്യത്യസ്തമല്ല. അവൻ ലിറ്ററലി കരയിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്ത്. അവൻ കുളിക്കാനൊക്കെ പോകുമ്പോൾ മറ്റേ തോർത്തൊക്കെ എടുത്ത് ചുമലിട്ടിട്ട് ബാത്റൂമിലൊക്കെ പോയി നിൽക്കും. അത് ഭയങ്കര പിന്നെ ഞങ്ങളെ അത് ഭയങ്കര ഇമോഷണൽ മൊമെന്റാണ്. ഞാൻ ഓർത്താൽ വീണ്ടും പ്രശ്നമാവും. പട്ടിയുടെ വിഷമം അറിയാൻ വേണ്ടിയിട്ട് പട്ടീനെ പുറത്താക്കിയിട്ട് കൂട്ടിൽ കയറി കടന്നു തുടങ്ങിയിരുന്നു ഒരു ദിവസം. പിന്നെ ജയിലർ ടൂലൊരു കുഞ്ഞു പരിപാടി ഉണ്ട്. അപ്പൊ അത് ജയിലർ ടൂലൊരു കുഞ്ഞു പരിപാടിയോ? കുഞ്ഞ് എത്ര പേര് വരും? Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഇപ്പം കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് സിനിമകൾ ഇങ്ങനെ തുടക്ക കാലത്തെ ഇങ്ങനെ വന്നു തുടങ്ങിയത്. ചേട്ടൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കും അദ്ദേഹത്തില്? ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നും. പക്ഷെ ഭയങ്കര കിട്ടലിനായിട്ട് അത് ഭയങ്കര ഈസി ആയിട്ട് പുള്ളി അതിന് പ്രിപ്പയർ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതാ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ എന്നൊക്കെ ഉള്ളത്. അത് ഭയങ്കര രസമാണ് പുള്ളി വർക്ക് ചെയ്യുന്നതാണ്. ഭയങ്കര ഞാനത് ദൂരത്ത് നിന്നിട്ടാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ഞാൻ അതിന്റെ വെച്ച് കഴിഞ്ഞാൽ പപ്പയുടെ കൂടെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും അങ്ങനെ പോയിട്ട് അത്ര ഇന്റിമേറ്റ് സോണിലൊന്നും നിന്നിട്ടില്ല. ഞാൻ പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ഇങ്ങനെയൊക്കെ ആയി നിൽക്കുമ്പോഴെന്നെ കണ്ടിട്ടില്ല. അപ്പം നമുക്കത് അത്ഭുതം തന്നെയാണ്. ഭയങ്കര ഡ്രസ്സായിട്ടുള്ള ഏത് ക്യാരക്ടറും നമുക്ക് എങ്ങനെയും അയാളെ ഈ ക്യാരക്ടർ പുള്ളി കൺവിൻസ് ചെയ്യിപ്പിക്കും എന്ന് വിചാരിച്ച് നമുക്ക് വിശ്വസിച്ച് ചെയ്യിപ്പിക്കാം എന്ന് നമുക്ക് മനസ്സിലാവും. അയാളുടെ പിന്നെ പുള്ളിയുടെ കണ്ണ് അമേസിംഗ് ആണ്. അത് അടുത്ത കാലത്ത് മലയാളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണ് ഭയങ്കര കിടലാണ്. വലിയ കണ്ണായതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പ്രസീവാ. പിന്നെ എന്തെങ്കിലും ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണിലൂടെ പുറത്തു വരും തോന്നുന്നു. അത് ഭയങ്കര കിടല. എന്നത്താൻ കേസ് കൊടുക്കുക എന്നുള്ളൊരു സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നത്താൻ കേസ് കൊടുക്കുക എന്നുള്ള സിനിമയില് ഓരോ ക്യാരക്ടറും നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയതാ. ഈ സുരേഷിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ശരിക്കും ആര് കാസ്റ്റ് ചെയ്തു? ഓ, ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു സിനിമയിൽ എന്നെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ഇപ്പൊ ഞാൻ ഡയറക്ട് ചെയ്ത സിനിമയിൽ പോലും എന്നെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടില്ല. അത് തലയിൽ കെട്ടിവെച്ചതാണ് എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ അവരൊക്കെ എന്നെ വെറുതെ കയറ്റി ഇരുത്തിയത് മാത്രല്ല, എന്നെ മുടിയൊക്കെ പിന്നെ കണ്ടില്ലേ? അയ്യോ, അത് എന്താ, അത് ഫുട്ബോളോ? ദ്രോഹം എന്റെ ദ്രോഹികളായിട്ടുള്ള എന്റെ കൂട്ടുകാർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് താജ്മഹൽ പണിതതുപോലെ ആണ്. എല്ലാവർക്കും ആഘോഷമായിരുന്നു അത്. അത് കുറച്ചും കൂടി വെട്ടാം, കുറച്ചും കൂടി ഒരു ഫുട്ബോളും കൂടി ആവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യിപ്പിച്ചാൽ അത്. പിന്നെ ഇതിലൊന്നും ഞാനല്ല കേട്ടോ എന്നെ കാസ്റ്റ് ചെയ്തത്. എന്റെ രതീഷേട്ടന്റെ പടത്തിലൊക്കെ രതീഷേട്ടനാണ് എന്നെ ഇപ്പൊ കനകാമലി കലകത്തിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഞാനാ. പക്ഷെ എന്റെ ക്യാരക്ടർ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. നിന്റെ ക്യാരക്ടർ മനാഫാണ്, ബാക്കിയുള്ളവരെ പിന്നെ എന്താ കാസ്റ്റ് ചെയ്യണം. മെയിൻ ആർട്ടിസ്റ്റുകളെയൊന്നും അല്ല കേട്ടോ, എന്റെ സെക്കൻഡറി ആർട്ടിസ്റ്റുകളെയൊക്കെ കാസ്റ്റ് ചെയ്ത് ഞാനാ. എന്താണെന്നറിയോ, ഈ ചേട്ടൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്ന സിനിമകളില് ചേട്ടന്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര നോട്ടബിളാ.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനല്ല അത് ചോദിച്ചത് ചെയ്യുന്നത്. ഇതിപ്പോ സ്വന്തമായിട്ട് മറ്റേ ഇതൊക്കെ എടുത്തിട്ടേ ഈ സുരേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് ഞാൻ വേറൊരാളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെയോ? അത് ലാസ്റ്റ് പ്രീ ഷൂട്ടിനൊക്കെ ചെയ്തിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് അത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ആ ക്യാരക്ടറിൽ ഞാൻ ചെയ്തോട്ടെ എന്ന് രതീഷേട്ടൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാ. കനകത്തിലൊക്കെ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാസ്റ്റ് ചെയ്ത സിനിമകളിലധികം ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഭയങ്കരമായിട്ടൊരു പ്രണയം അങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണോ? കാരണം ഈ പ്രണയം ചെയ്യുമ്പോ ഉണ്ടല്ലോ ഭയങ്കര രസാ കണ്ടോണ്ടിരിക്കാനായിട്ട്. എനിക്ക് ഇഷ്ടമാണ് പ്രേമിക്കാൻ എപ്പോഴും. നമ്മുടെ സാഹചര്യവശാൽ എപ്പോഴും അങ്ങനെ നമ്മൾ കുറെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് തീർക്കുക, വേറെ എന്ത് ചെയ്യാൻ. ഭാര്യ ഓടിച്ചിട്ട് എനിക്ക് എന്റെ കൂടെ അഭിനയിക്കുന്ന പെൺകുട്ടികളൊക്കെ ശരിക്കും ഒരു പ്രേമം ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെയാണ് അത് വർക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രേമിച്ച് കൂടെ കൊണ്ടു പോവാന്നല്ല, ഒരു സംതിങ് ഒരു ഇമോഷൻ വേണ്ടേ? പിന്നെ വേണം. എനിക്കിഷ്ടമാണത്. ഇപ്പം ഈ സിനിമയിലാണെങ്കിൽ തന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു എത്ര കാലം കഴിഞ്ഞാലും ഈ സുരേഷിന്റെയും സുമലതയുടെയും പ്രണയം ഇങ്ങനെ എപ്പോഴും എല്ലാവരുടെയും മനസ്സിക്കും എന്തൊരു നിഷ്കളങ്കമായ പ്രണയമാണ്. എന്ത് മറ്റേ ഇത്രയും ഡീപ്പായിട്ടൊക്കെ സ്നേഹിക്കുന്ന എന്തൊരു ആൾക്കാരാണ്. അപ്പം പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ആഗ്രഹിച്ചതും അവര് മറ്റേ മുറവിലി കൂട്ടി എന്നൊക്കെ പറയണം. ടീച്ചറും സുരേഷനും തമ്മിൽ കല്യാണം കഴിക്കുക. പക്ഷെ സുരേഷൻ വേറൊരു റൂട്ടായിരുന്നു അവിടെ ഇട്ടുകൊണ്ടിരുന്നത് എന്നുള്ളത് സിനിമയുടെ വേറെ റൂട്ടൊന്നും ഉണ്ടായില്ല. ആൾക്കാരെല്ലാം വിചാരിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു അവിടെ അല്ല, നമ്മുടെ ജീവിതസഖി അവിടെ അല്ല. റിലീസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് മറ്റേ സെറ്റ് ആയത്. എന്റെ ഇപ്പോഴത്തെ എന്റെ പാർട്ട്ണറെ ഞാൻ സെലക്ട് ചെയ്ത് ആ സിനിമയൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണല്ലേ? ഓക്കെ. അപ്പം നമ്മളൊക്കെ വിചാരിച്ച പോലെ അവിടുന്ന് തുടങ്ങിയ ഒരു പ്രണയമല്ല. ഇല്ല, എന്നാത്താൻ കേസ് കൊണ്ട് തുടങ്ങിയ ഒരു പ്രണയമല്ല. അല്ല, അതിലുണ്ടായിരുന്നു, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദീപ്തി. പക്ഷെ അതൊക്കെ പിന്നെ ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഇങ്ങനെ കല്യാണം കഴിക്കാൻ. ആ പ്രണയത്തെ പറ്റി പറയാം. എങ്ങനെയാണ് ആ പ്രണയം നമ്മുടെ ജീവിതത്തെയും കരിയറിനെയും ഏറ്റവും കൂടുതൽ ഞങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടാൾക്കാരായിരുന്നു. അപ്പം പിന്നെ അവൾ ആ സമയത്ത് ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുമായിരുന്നു, കുറെ തമാശയൊക്കെ പറയും, ഇരുന്ന് മറ്റേ വിഷമങ്ങളൊക്കെ പറയും, അങ്ങനെ കരയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള മറ്റേ ഇപ്പം ഇപ്പം ഭയങ്കര ഇമോഷണലും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ കേട്ടിരുന്നിട്ട് എനിക്ക് ഇവൾ പണ്ട് മുതലേ അറിയാം. പിന്നെ ഭയങ്കര സ്നേഹവും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയത്ത് അത് മറ്റേ എന്താ ഇങ്ങനെ ഗ്രാജുവലി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ മൊമെന്റുകളൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ ഒന്നിച്ച് കുറച്ച് സമയം നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്താലോ എന്ന് തോന്നി. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി കണ്ടിന്യൂ ചെയ്യാൻ എന്ന് തോന്നി. അങ്ങനെ കല്യാണം കഴിച്ചപ്പോ 1 വർഷം കഴിഞ്ഞു. ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാര് സിനിമ അറിയുന്നൊരു പാർട്ട്ണർ കൂടെ ഉള്ളതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഭയങ്കര ഗുണങ്ങളാണല്ലോ. നമ്മൾ ഈ പിന്നെ നമ്മളുടെ ജോലിയുടെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും ആൾക്കാർക്ക്, പുറത്തുനിന്നുള്ള ആൾക്കാർക്ക്. ഇനി എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രണയം സീനാണെന്നുണ്ടെങ്കിൽ അതിനെ എന്നെ റെഡിയാക്കി വിടുന്നത് ദീപ്തിയാണ്. അത്രയും കംഫർട്ടബിൾ സിനിമയിൽ നിന്നുള്ള ഒരാളെ കല്യാണം കഴിച്ചത് അതാ. അത് അതൊക്കെ എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ധീരനിലൊക്കെ നല്ല മോട്ടിവേഷൻ തന്നു വിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ധീരന്റെ സമയത്ത് ഞങ്ങൾ കല്യാണം നടക്കും. ആ സമയത്ത് വേണ്ട മോട്ടിവേഷനൊക്കെ അവിടുന്ന് വിളിച്ചിട്ട് പിന്നെ ഈ സുരേഷിനും സുമലതയുടെ ഹൃദയഹാരിയ പ്രണയകഥയൊക്കെ ഉള്ളതിൽ അതിലും കുറെ പ്രണയ സീനുകളൊക്കെ കുറെ ഉള്ളതാ. അപ്പൊ അതൊക്കെ അവൾ അതിലുണ്ട്, അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ഒക്കെ അതിലുണ്ട്. അപ്പോൾ സീനിന്റെ ക്യാമറക്ക് പിറകിൽ നിൽക്കുന്നുണ്ട് ദീപ്തിയും കൂടെ. ആണല്ലേ? ഓക്കെ. ഈ ഒരു സിനിമയിലെ പേര് ഹിറ്റാവുക, ആ പേര് വെച്ചിട്ട് മറ്റൊരു സിനിമ വരിക, അത് മിക്കയിടത്തും ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മളിവിടെ ആൾക്കാരെ ഏറ്റെടുത്ത ഒരു പേരിനെ വെച്ച് ഒരു ഹൃദയഹാരിയായ പ്രണയകഥ നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചധികം ഇഷ്യൂസും വന്നു. അതിന് ഏറ്റെടുത്തൊരു പിന്നെ വെച്ചിട്ട് ചെയ്തതാ. ആൾക്കാർ അതേപോലെ ചവിട്ടി പുറത്തെടുത്ത് കളഞ്ഞു. ഒരു പ്രതീക്ഷ, ഭയങ്കര പ്രതീക്ഷയിൽ വന്നതല്ലേ? എനിക്കറിയാം ആ സമയത്ത് നമ്മൾ സംസാരിച്ചത് കൊണ്ടേ. അപ്പം ആ പ്രതീക്ഷ അത്രയും ആ ഒരു ഉയരത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതിലൊരു ഇതുണ്ടാവോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സിനിമയില് നമ്മള് മറ്റേ ഈ സിനിമ റിലീസായി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇങ്ങനെയൊക്കെ, അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. നീ ഒരു സിനിമ
അത് ലാൻഡ് ചെയ്യുന്നത് എവിടെയാണോ അതൊരു സമയമൊക്കെ എടുത്തിട്ടാകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓ, ലാലേട്ടന്റെ ആളാണോ? ഒരു പ്രതീക്ഷയില്ല. ഇപ്പൊ ലാലേട്ടന്റെ ഒരു ഡയലോഗ് നമ്മുടെ പണി കഴിഞ്ഞു, അത് കഴിഞ്ഞു. പുറത്ത് സ്വപ്നങ്ങൾ നെയ്യൂല എന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നായകനാവണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല നായകനായത്. അത് അതിന്റെ കൂട്ടത്തിൽ വന്ന എനിക്ക് പേടിയാണ് ഇപ്പോഴും മറ്റേ ഹീറോ എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ. എനിക്ക് ബുദ്ധിമുട്ടാണ് അത്. ഭയങ്കര പ്രഷറാണ്. ഞാൻ ആ പ്രഷർ ഒന്നും ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതില് സുരേഷ് സുമലത എന്ന് പറയുന്നത് ഭയങ്കര ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. എനിക്ക് ആ വർക്കിനെ ആൾക്കാരിലേക്ക് മറ്റേ കണക്ട് ചെയ്യുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതിൽ വിഷമമുണ്ട്. അതിൽ സുധീഷ് ചേട്ടനൊക്കെ അവതരിപ്പിച്ച എന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ സുധീഷ് ചേട്ടൻ അതിൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിനെ ഒന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ലല്ലോ. കാരണം അതൊരു ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. നമുക്ക് അങ്ങനെ സ്ഥിരം കാണാൻ പറ്റാത്ത പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതാണ് എൻ്റെ അതിലുള്ള ആദ്യത്തെ ഒരു വിഷമം. പിന്നെ ഈ ഇത്രയും വലിയൊരു സിനിമയായിരുന്നു അത്. അപ്പം ഞാൻ അങ്ങനെ ഒരു വലിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അതിന് കുറച്ച് സമാധാനമുള്ള രീതിയിൽ അത് തീരണമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് അതിനെ ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ഒരു സിനിമയുടെ പിറകില് പിന്നെ കുറെ ഈ നൂലാമാലകൾ അല്ലെങ്കിൽ പല വാദങ്ങൾ ഇതൊക്കെ വരുമ്പോ നമ്മൾ ആക്ച്വലി ഭയങ്കര അപ്സെറ്റ് ആവുമല്ലോ. ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും ഇതിന്റെ മുതൽ മുടക്കിനെ പറ്റിയിട്ട് വലിയൊരു സംസാരം വന്നിരുന്നു. അതിനെയൊക്കെ എങ്ങനെയാ കാണുന്നത്? ശരി, നമ്മളും കൂടി പിന്നെ ഇൻവോൾവ് ആവുന്ന ഒരു ഏരിയ അല്ല അത്. ഞാനതിൽ അഭിനയിക്കാൻ പോകുന്ന സ്ഥലം ഇപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാനതിന്റെ ചെറിയൊരു പാർട്ടാണ്. അപ്പോൾ ഞാനതിന്റെ എന്റെ സാലറിയും വളരെ ചെറിയൊരു പാർട്ടാണ് അതിന്റെ. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒന്ന് കോംപ്രമൈസ് ചെയ്തിട്ടും ഞാൻ ആ സിനിമയോട് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതിൽ. അപ്പൊ എനിക്ക് അത് ഡിമാൻഡ് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഇപ്പൊ അതിനൊരു കൊമേഴ്സ്യൽ വാല്യൂ ഉണ്ടല്ലോ ഒരു സിനിമക്ക് അയക്കാം, അതിനേക്കാളും ചിലവായിട്ടുണ്ട് അത്. അപ്പൊ അത് ഓടുക ഹിറ്റാവുക എന്നുള്ളത് നിർബന്ധം ഉള്ള ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് എനിക്ക് ഭയങ്കര പേഴ്സണലി അറിയുന്ന ആൾക്കാരും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരങ്ങനെ വലിയ അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പൊ അവർക്കൊക്കെ ഇനി നെക്സ്റ്റ് വർക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻസ് ഒക്കെ അതിൽ മോശമാവുന്നില്ല. അതിലൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമമുണ്ട് അതിന്റെ. പിന്നെ ഈ പറയുന്നത് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു ഊബറിൽ വരികയായിരുന്നു. അപ്പോൾ പുള്ളി ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇന്നലെ ഊബറിൽ വരുന്ന പിന്നെ എൻ്റെ കാറിൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം മുതലേ നിങ്ങൾ കാണുന്നുണ്ട്, പിന്നെ എല്ലാം ഒരേ ടൈപ്പ് തന്നെയാണ് പരിപാടികൾ, അപ്പോൾ അത് ധീരനിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അത്രയും നാള് ആ ഒരു കോൺസെപ്റ്റ് എന്റെ മനസ്സിലേ ഇല്ല. അത് എങ്ങനെയാണോ ഒരേപോലെ ഞാൻ ഭയങ്കര വ്യത്യസ്തമല്ല. അപ്പോ ആ സാധ്യതകള് അങ്ങനത്തെ ഒരുപാട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഭയങ്കര വ്യത്യസ്തമായിരിക്കും. തീർച്ചയായിട്ടും അതെ. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് മനസ്സ് പിന്നെ കൊള്ളും. അതൊക്കെ പേഴ്സണലി നമ്മൾ ഈഗോനെ ഹേർട്ട് ചെയ്യും. പിന്നെ അത് പക്ഷെ അതിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു മനസ്സുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് വളരാൻ നല്ലതെന്ന് തോന്നുന്നു എനിക്ക്, അല്ലെങ്കിൽ നിൽക്കാൻ നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ഈ പ്രശംസ മാത്രം പോരല്ലോ. പ്രശംസ കൊണ്ട് ഒന്നും ഉണ്ടാകും. ആക്ച്വലി പ്രശംസ കുറച്ച് അഹങ്കാരമാക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഓവർ പ്രശംസയുടെ ആവശ്യമില്ല, കുറച്ചൊക്കെ നമ്മളെ സൂക്ഷിച്ചൊക്കെ ശ്രദ്ധിച്ച് എങ്ങനെ മുഖം പിടിക്കണ്ടെന്നൊക്കെ മനസ്സിലാക്കിയൊക്കെ നിൽക്കണം. അവിടെ നമ്മളൊന്ന് അഭിനയിക്കാൻ വേണ്ടി പഠിക്കണമെന്നുണ്ട്. പ്രശംസയിൽ വീണു പോയി കഴിഞ്ഞാൽ തീർന്നു. ഇങ്ങനെ ഭയങ്കര അടുത്ത് നിന്നിട്ടുള്ള ഒരു പെറ്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? ഉണ്ടായിട്ട് അവനാണ് ഞങ്ങളെ ഈ സിനിമ എഴുതിപ്പിച്ചത്. ഞങ്ങൾക്ക് രാമു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അത് രവിയുടെ, അതായത് എൻ്റെ റൈറ്ററിന്റെ പിന്നെ ഡോഗായിരുന്നു. അപ്പം അവൻ ലിറ്ററലി കരയിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ട്. അവൻ കുളിക്കാനൊക്കെ പോകുമ്പോൾ തോർത്തൊക്കെ എടുത്ത് ചുമലിട്ടിട്ട് ബാത്റൂമിലൊക്കെ പോയി നിൽക്കും. അങ്ങനത്തെ ഒരാളാണ്. അവനെ കുളിക്കാരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെ പോയി നിൽക്കും. അങ്ങനെ ഒരാളാണ് അവൻ. കുറച്ച് അസുഖമൊക്കെ വന്നിട്ട് ആണ് അവസാനം. ആ അസുഖം വന്നിട്ട് നടക്കാൻ പറ്റാത്ത സമയത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ അവനിങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് നമ്മളെ അടുത്തേക്ക് നടന്നു വരും. അപ്പം നമ്മള് അത് ഭയങ്കര പിന്നെ ഞങ്ങളെ അത് ഭയങ്കര ഇമോഷണൽ മൊമെന്റാണ്. ഞാൻ ഓർത്താൽ വീണ്ടും പ്രശ്നമാവും. അത് അപ്പൊ അവന്റെ ഒരു ലൈഫിൽ നിന്നാണ് അവൻ ഇങ്ങനെ പുറത്തേക്ക് കൂടി പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് തോണ്ടിയിട്ട് പോകാനെ. അങ്ങനെ തോണ്ടിയിൽ നിന്നാണ് ഞങ്ങള് ഒന്ന് കഷ്ടമാണല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു സുഹൃത്ത് ആ കാലഘട്ടത്തിൽ പട്ടിയുടെ വിഷമം അറിയാൻ വേണ്ടിയിട്ട് പട്ടീനെ പുറത്താക്കിയിട്ട് കൂട്ടിൽ കയറി കിടന്നുറങ്ങിയിരുന്നു ഒരു ദിവസം. അങ്ങനെയൊക്കെയുള്ള 2 കാര്യങ്ങളാണ് ഞങ്ങളെ
വളരെ വളരെ വ്യത്യസ്തമായൊരു സൗഹൃദ ഫലമാണല്ലോ താങ്കൾക്കുള്ളത്. എന്താ അറിയില്ല, എങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ്. എന്നിട്ട് ആ പട്ടി അവിടെ കിടന്നു. പട്ടി പുറത്ത് ഇയാളെ നോക്കിയിട്ട് അത് എന്റെ സ്ഥലമല്ലേ എന്ന് നോക്കിയിട്ട് പട്ടി പുറത്ത് കിടന്നു. അയ്യോ അത് കൊള്ളാം. എന്നിട്ട് അദ്ദേഹം എന്ത് പഠിച്ചു അതിൽ നിന്ന്? എന്താ പഠിച്ചെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഇത്രയും വരെ കണ്ടിട്ട് അവനോട് ഇപ്പൊ അധികം കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല. വെറുതെ പറഞ്ഞാട്ടോ. അയ്യോ, അത് രാത്രിക്കകത്ത് ഒരു മൂഡിന് അങ്ങനെ കയറി കിടന്നതാ. ഇതാണ് മറ്റേ എല്ലാ എക്സ്പീരിയൻസ് ഭ്രാന്തമായി സഞ്ചരിക്കുന്നത്. സൈക്കോസിന് പല അവസ്ഥാന്തരങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും ഇതില്. അതാണ് നമ്മളെ. രാജേട്ടാ, കാക്കി സർക്കസിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ലാംഗ്വേജിൽ ചെയ്യണ പരിപാടിയാണ്. ഒരുപാട് ആൾക്കാരുടെ ഒരു ആദ്യത്തെ സിനിമ കൂടിയാണെന്ന് തോന്നുന്നു അല്ലെ? കുറച്ച് മലയാളികൾ അധികം ഇതിനകത്തേക്ക് വരുമ്പോ ഉള്ള പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇത് ശരിക്കും ഒരു തമിഴ് വെബ് സീരീസ് ആണല്ലോ ഒറിജിനൽ ആയിട്ട്. മൊത്തം നമ്മൾ ക്രൂ മെമ്പേഴ്സ് അധികം മലയാളികൾ തന്നെയായിരുന്നു അവിടെ. അവിടെ കുറച്ച് ആക്ടേഴ്സ് ആണ് അധികം. ആക്ടേഴ്സും കുറച്ച് പ്രൊഡക്ഷൻ നോക്കുന്നതും പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമാണ് തമിഴിയൻസ് ആയിട്ടുണ്ടായിരുന്നത് അവിടെ. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്, അടിപൊളിയാണ്. അപ്പം എനിക്ക് അരുൺ ബാബുമ്പയൊക്കെ നല്ല രസമുള്ള ആക്ടറാണ്. അയാളെയൊക്കെ ഉപയോഗിക്കാൻ പാകത്തിന്, അയാൾക്കൊക്കെ ഒരു തമിഴ് സാധ്യതയുള്ള ആക്ടറായിട്ട്. അതെ. അപ്പൊ അയാളെയൊക്കെ പിന്നെ അവരുപയോഗിച്ചിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. കുറച്ച് ആൾക്കാരെ തമിഴിനെ പറയിപ്പിച്ചിട്ടുണ്ട്, കുറച്ച് വേറെ ഡബ്ബൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ആണെന്നുണ്ടെങ്കിലും കുറച്ച് ആൾക്കാർ നന്നായിട്ട് തമിഴ് പറയിച്ചിട്ടുണ്ട്. എനിക്കൊക്കെയാണ് തമിഴ് മലയാളം ഒക്കെ സംസാരിക്കാനുണ്ടായിരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അമൃതേനെ തമിഴ് സംസാരിപ്പിച്ചിട്ടുണ്ട്. അമൃത ഗംഭീര ഒരു ആർട്ടിസ്റ്റാണ്. മലയാളത്തിലെ ഇപ്പോൾ നിൽക്കുന്ന മോഹം എന്ന് പറയുന്നൊരു സിനിമയിൽ അമൃതയുടെ ക്യാരക്ടർ ഭയങ്കര കിടലിനാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തമിഴ് ക്യാരക്ടറായിട്ട് അവളെ കാണുന്നത്. അതും ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ തമിഴൊക്കെ സംസാരിച്ചിട്ട് വേണം. തമിഴ് സിനിമയിൽ 2 റോളൊക്കെ കിട്ടി, അവിടെ പോയി അഭിനയിച്ച്. ഞാൻ അവിടുത്തെ ഡോളേഴ്സ് അയച്ചു കൊടുക്കും. തമിഴ്നാട്ടിൽ ഡോളറോ? നിങ്ങൾ അവിടെ സിനിമയ്ക്ക് തന്നെയാണോ പോണേ? കള്ളക്കടത്തിലാണോ? ഡോളർ അയക്കാത്ര. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണല്ലോ, നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് പോലെ. പിന്നെ 1-2 തമിഴ് പരിപാടികൾ ഇങ്ങനെ ഉണ്ട് വരാൻ. അപ്പൊ അതിന്റെ ഒരു ആദ്യത്തെ ചുവട് കുഞ്ഞു പരിപാടികളാണ്. ഇപ്പൊ അതിന്റെ ആദ്യത്തെ ചുവടായിട്ട് കാക്കി സർക്കസ്, പിന്നെ ജയിലർ 2 ഒരു കുഞ്ഞു പരിപാടി ഉണ്ട്. അപ്പൊ അത് ജയിലർ 2 ഒരു കുഞ്ഞു പരിപാടിയോ? എത്ര പോലും. ഈ രാജേട്ടൻ ചെറുതായിട്ട് വരും എന്ന് പറഞ്ഞാൽ തന്നെ വന്നിട്ട് പോകുന്ന സംഭവം അറിയിക്കും. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കോലൊക്കെ ആയതുകൊണ്ടും അങ്ങനത്തെ ഒരു അഭിനയ ശൈലിയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുഞ്ഞായിട്ട് വരുമ്പോ അയാള് പോയി അറിയാണ്ട് പോകുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അറിഞ്ഞു പോവായിരിക്കും. അങ്ങനത്തെ സിനിമയൊക്കെ ഞാൻ പറയില്ല. എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മറ്റേ ബാൻ ചെയ്യുമായിരിക്കും. അതാ പറയൂലെന്നാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടെ കാണിച്ചോട്ടെ, അതിന്റെ ഒരു മെമ്മറിയും കൂടെ പറയാമോ? പിന്നെന്താ. ഇല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയപ്പോ ഞാൻ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോ എന്റെ മനസ്സിൽ ശരിക്കും അതെ താങ്കളുടെ ഫോട്ടോ ഈ ഫോട്ടോ ഇത് ഞാൻ വലുതാക്കി മറ്റേ മേളിലിടാൻ തരാം. എന്താണ് ഇത്രയും കാര്യമായിട്ട് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്? അയ്യോ, അത് ഞാൻ തൊണ്ടിമുതലിന്റെ സമയത്ത് ഞാനാണത്. അപ്പൊ ഞാനിങ്ങനെ ഓടി നടക്കുക. അപ്പൊ സുരാജേട്ടൻ എനിക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളെ സെറ്റ് ചെയ്യലാണ് എന്റെ പണി. സുരാജേട്ടനെ ഇടക്ക് വിളിച്ചിട്ട് പിന്നെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറയും. പുള്ളി മിമിക്രിയൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്തോ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാതെ ആ സിനിമയായിട്ട് ബന്ധമുള്ള യാതൊരു കാര്യമല്ല അത് പറയുന്നത്. ഒരു ഇരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത്, അത്രേ ഉള്ളൂ. അല്ലേ? ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ കൈയൊക്കെ ഇരിക്കണം. അപ്പം ചേട്ടാ ഇല്ല, കാൻഡിഡ് ചെയ്തതും അല്ല അത്, പക്ഷെ അതങ്ങനെ വന്നതാ. അതെ, അങ്ങനെയാണല്ലേ? ഓക്കെ. അത് നമ്മുടെ പിന്നെ മിന്നൽ മുരളിയുടെ സമയത്താണ് ഞാൻ അഭിനയിപ്പിക്കുന്നത്. ഈ തോക്കൊക്കെ കാണുമ്പോ ഒന്ന് എടുത്തൊന്നും നമുക്ക് പിടിക്കാൻ തോന്നൂലേ. പിന്നെ എന്റെ സുഹൃത്തുക്കളാ അതിന്റെ ഫോട്ടോഗ്രാഫേഴ്സ്. അങ്ങനെ ആർമാദിച്ചതാ, ഒരെണ്ണം അങ്ങോട്ട് പെടച്ചതല്ലേ. ഇത് മാറാലഹയുടെ മേക്കിംഗ്. എങ്ങനെയാ മാറാലഹ എന്ന് ശരിക്കും അവതരിപ്പിച്ചു തന്നത് ബേസിലേട്ടൻ? എന്റെ ഭയങ്കര കംഫർട്ടബിൾ സ്ഥലത്തുനിന്ന് മാറിയിട്ട് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് ശിവൻ ഇപ്പം
മരണമാസത്തിന്റെ ഡയറക്ടർ ശിവനാണ് എന്നെ ബേസിലിനോട് എൻ്റെ കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത്. എനിക്ക് ആദ്യമായിട്ട് ഇപ്പം എൻ്റെ ഒരു പെക്യുലർ ശരീരം, ഇങ്ങനത്തെ ഒരു ശരീരം, അപ്പം അതുകൊണ്ട് ഭയങ്കര എക്സ്പ്രസീവ് ആണ് മുഖം, ഭയങ്കര പോസ്റ്റേഴ്സും എൻ്റെ ആക്ഷൻസ് ഒക്കെ കൂടുതലാണ്. അപ്പം അതൊക്കെ കൊണ്ട് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് അഭിനേതാവ് എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും അഭിനയിച്ച ഓവറായി പോകും എന്നുള്ള സാധനം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഉള്ളിലുണ്ടായ സമയത്താണ് ബേസിൽ ഓപ്പോസിറ്റ് നിന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ബേസിനോട് വളരെ ചോദിച്ചു, ഞാൻ ഓവർ ആവുന്നുണ്ടെങ്കിൽ പറയണേ. ബേസിൽ വന്നു, ഒന്നുമില്ല, കൂട്ടിച്ചെയ്തോ, ഒരിക്കലും ഓവറായിട്ട് തോന്നൂല, കൂട്ടിച്ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ബേസില. ആ ഇത് ഭയങ്കര ധൈര്യം മോട്ടിവേഷനാണ് കാണുന്നത്. ബേസിലേട്ടൻ തന്ന മോട്ടിവേഷൻ. അതേപോലെ ഒരു നമ്മളൊരു ഡയറക്ഷനിലേക്ക് പോയപ്പോ ബേസിലേട്ടനെ മറന്നില്ല. ബേസിലേട്ടനെ മറക്കില്ലെന്നല്ല, ബേസിലിനെ പോയി വായിക്കുമ്പോ എന്റെ അടുത്തേക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് ബേസിൽ വന്നല്ലോ എന്നുള്ള, അതൊക്കെ വെറും സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്യുന്ന. അവര് സൗഹൃദത്തിന്റെ സ്നേഹത്തിന് പുറത്താണ് ഈ ടൊവിനോ, ബേസില്, ആനന്ദ്, രാകേഷ്, അങ്ങനെ പിന്നെ ദിവ്യ, ദർശന, എല്ലാരും അശ്വതി, ഇവരൊക്കെ ഇതിലുണ്ട്, സൗണ്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ സൗഹൃദത്തിന്റെ പുറത്ത് ഞാൻ ഇത് നമുക്ക് ഈ ഓട്ടോ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയിക്കൂടായിരുന്നു. ഈ ഓട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ സന്തോഷ് ചേട്ടൻ പിന്നെ പ്രൊഡ്യൂസർ പുള്ളിയുടെ ഹോട്ടലിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും 1000 കണ്ണുമായി ഈ ഓട്ടോ എനിക്ക് ഭയങ്കര, നമ്മൾ ഈ മൂസ വണ്ടി എന്നൊക്കെ പറയുന്നതല്ലേ, മൂസാക്കാർ എന്നൊക്കെ പറയുന്ന പോലെ 1000 കണ്ണുമായി ഓട്ടോ ഒരു വികാരല്ലേ. അതിനെ ഞാൻ കൂടെ കൂട്ടണമെന്ന് തോന്നിട്ടുണ്ടോ? പിന്നെ അത് പിന്നെ ഈ കാണുന്ന കളർ മാത്രമേ ഉള്ളൂ, അത് അത്ര നല്ലതായിട്ട് ഓടിക്കാനൊന്നും പറ്റുന്ന ഒരു വണ്ടിയല്ല അത്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള, അതുകൊണ്ട് വീട്ടില് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. അപ്പൊ പാലാരിവട്ടത്ത് തന്നെയായിരുന്നു, ഇവിടെ ബൈപ്പാസിൽ നിന്നും അത് ഉണ്ടായിരുന്നത്. അപ്പൊ എപ്പോഴും അതുവഴി പോകുമ്പോ വണ്ടി എവിടെ ഇല്ലേ എന്ന് നോക്കുമായിരുന്നു. ഇപ്പൊ ആ ഹോട്ടൽ എവിടെ മാറി, അതുകൊണ്ട് വണ്ടി എവിടെ ഇല്ല, പക്ഷെ ഉണ്ട്, അത് എവിടെയോ എവിടെ 1000 കണ്ണുമായി കാത്തിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അത് ഇത് സിനിമയുടെ ഒരു ഡിലീറ്റഡ് സീനിൽ നിന്ന് വന്നിട്ടുള്ള സാധനം. അപ്പൊ എനിക്ക് അന്ന് മുതലേ മറ്റേ പോത്തന്റെ കൂടെ എങ്ങനെയാണ് ഈ ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത്, അതിന്റെ കൂടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് തൊണ്ടി മുതലേ ഒരു ഡിലീറ്റഡ് സീനിൽ ഒരു കുട്ടികളുടെ സീനുണ്ട്. ഒരു കുട്ടി കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന യൂട്യൂബിലുള്ള സീന്. അപ്പൊ കുട്ടികളെ ഇത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ അവന്റെ പെർഫോമൻസ് കണ്ടിട്ട് പറയുക നിന്നിട്ട് ഇതിങ്ങനത്തെ ഒരു 2-3 ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ഒരേ ആക്ഷൻസ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെയുള്ള 2-3 ഫോട്ടോസ്. അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് ആണ്. അത് പക്ഷെ നല്ല രസമുള്ള ഫോട്ടോയാ കേട്ടോ, ഭയങ്കര രസമുള്ള ഒരു ഫോട്ടോയാ. ആശാനും ശിഷ്യനും അങ്ങനെ കൊടുക്കാം അല്ലേ. ഓക്കെ, ഇത് ഞങ്ങൾ മായാനദി നൈറ്റുകളായിരുന്നു. നൈറ്റുകളിലാണ് മൊത്തം ഈ സ്ട്രീറ്റുകൾ, ഇപ്പോൾ മെട്രോ പില്ലേഴ്സ് ഒക്കെ വന്നിരിക്കുന്ന ആ സമയത്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൈറ്റുകൾ മഴ ഉണ്ടാവും, അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യും, മഴ വരും, ഷൂട്ട് ചെയ്യും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഭംഗിയുള്ള നൈറ്റ് ആയിരുന്നു. അപ്പോൾ നിലമൊക്കെ ഭയങ്കര വെള്ളമൊക്കെ എടുത്ത് കിടക്കുന്നുള്ളതുകൊണ്ട്, നിയോൺ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതിന്റെ ഒരു ഇടവേള അത് ശ്യാമേട്ടൻ വാടാ ഫോട്ടോ എടുക്കാൻ വിളിച്ച് ഇരുത്തിയതാണ്. ഓക്കെ, ഇത്രയും വലിയൊരു ഫോട്ടോ എനിക്ക് വേറെ ഇല്ലാന്ന് തോന്നി. നീണ്ട നിരയിൽ എല്ലാവരും, പക്ഷെ എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷല്ലേ. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തപ്പിയെടുത്ത കുറച്ച് ഫോട്ടോകളാണ്. അതേപോലെ ഇപ്പൊ നേരത്തെ നമ്മൾ പല സമയത്ത് സംസാരിച്ചു വന്നപ്പോൾ നമ്മളുടെ ശരീരഘടനയെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പല ആൾക്കാർക്കും ഭയങ്കര ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാം അവരവരുടെ ശരീരത്തെ പറ്റി. വലിപ്പം കൂടിയാലും കുറഞ്ഞാലും ആ ഒരു ഇൻസെക്യൂരിറ്റി ചില ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷെ ചേട്ടൻ ഇത് ഭയങ്കര വലിയ പ്ലസ് ആയിട്ട് അതിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു ഇൻസെക്യൂർ ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇത് ഈ ആൾക്കാർക്ക് മറ്റേ ഭയങ്കര ഇത് നാട്ടിലൊക്കെ പോകുമ്പോ ഇങ്ങനെ പറയില്ലേ, ഓ നീ വീണ്ടും മെലിഞ്ഞു പോയല്ലോടാ എന്നൊക്കെ പറയും നാട്ടിൽ. അത് അങ്ങനെ മെലിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, അത് അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോ ഈശ്വര വീണ്ടും മെലിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം മെലിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പൊ ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയൊക്കെ തോന്നും. അല്ലാതെ ഞാൻ അങ്ങനെ ബോഡിനെ കുറിച്ച് അങ്ങനെ കോൺഷ്യസ് ആയിരുന്നില്ല അതിന് മുമ്പ്. ഇപ്പൊ നടനായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിച്ചിട്ട് തുടങ്ങിയത്. സൺസ്ക്രീൻ ഒക്കെ ഭാര്യ വന്നതിന്റെ ആണോ മറ്റേ സാധാരണ ആണ്. അതിനുശേഷം എനിക്ക് ഇത്രയും നമുക്കെല്ലാം എൻ്റെ ഒരു ഫ്രണ്ട് പറയായിരുന്നു,
എൻ്റെ രാജേഷേട്ടാ നമുക്കിതെല്ലാം അലക്ക് സോപ്പായിരുന്നില്ലേ, ഷാമ്പൂ, കുളിക്കുന്ന സോപ്പ്, കാല് തേക്കാൻ ഇത് അതും ഇതെല്ലാം അലക്ക് സോപ്പ്, ബാർ സോപ്പ്. ബാർ സോപ്പ്, അതായത് അത് ആ ഏറിയയിൽ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. കുളിക്കുന്ന സോപ്പ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ അലക്ക് സോപ്പ് കൊണ്ടും കുളിക്കാം എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ വരുന്നത്. ഇപ്പോഴാണ് ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം കാണുന്നത്. നൈറ്റ് കെയർ റൊട്ടീനൊക്കെ ഉണ്ടോ വീട്ടില്? ഇല്ല, അത് ചില ഷൂട്ട് ഉണ്ടാവുന്ന ചില സമയങ്ങളിൽ അല്ലെങ്കിൽ നാടകം ഉണ്ടാവുന്ന ചില സമയങ്ങളിൽ നമുക്ക് ആർട്ടിസ്റ്റ് ഡേറ്റിന് പോവുക എന്ന് പറയുന്ന സാധനം റോഷൻ പറഞ്ഞു തന്നിട്ടാണ് എനിക്കറിയുന്നത്. അതായത് നമ്മൾ തന്നെ ഡേറ്റിന് കൊണ്ടുപോകുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിറ്റേ ദിവസം നമുക്ക് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മളെ കെയർ ചെയ്യുക, നമ്മളൊന്ന് പിന്നെ കണ്ണാടിയിൽ നോക്കി സന്തോഷത്തോടെ ഇരിക്കുക, ഒന്ന് ഹാപ്പിനെസ് ആലോചിച്ചെടുക്കുക, പിന്നെ കെയർ ചെയ്യുക, മുഖമൊക്കെ അന്ന് മോയ്സ്ചറൈസ് ഒക്കെ ഇട്ട് നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് അന്ന് രാത്രി കിടന്നുറങ്ങുക, പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കെയർ ചെയ്യും. അതല്ലാതെ റോഷൻസ് അത് നമ്മൾ തിയേറ്ററിലെ ഒരു പരിപാടിയാണ്. അത് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ സീനൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തലേദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. പിറ്റേ ദിവസം എണീക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ റെഡിയായി. അപ്പൊ എന്തായാലും രാജേട്ടാ അടിപൊളിയാവട്ടെ. ഇനിയും നമ്മളിത് ജയിലർ 2 കുഞ്ഞു സാധനം എന്താണെന്ന് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് വേണം മറ്റേ കോമ്പിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കെ. ചേട്ടാ അടിപൊളിയാവട്ടെ. ഒരുപാട് ആഗ്രഹിക്കുന്നത് പോലെ ഒരുപാട് തമിഴ് സിനിമകൾ വരട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ മലയാളികളെ ഇട്ടിട്ട് ഒരൊറ്റ പോക്കം കൊണ്ട് പോകരുത്, തിരിച്ചിങ്ങോട്ട് വന്നോളാം. ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. തമിഴൊക്കെ ഇങ്ങനെ ആഗ്രഹത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഇതാണ് എന്റെ സ്ഥലം. ഹിന്ദി പോണ്ടേ? ഈ ഹിന്ദി എനിക്ക് അറിയില്ലല്ലോ. ഹിന്ദി എനിക്ക് മുച്ചേ മാലും എന്നാലും ഇല്ല, എനിക്ക് ഹിന്ദിന്ന് അങ്ങനെ 2-3 അങ്ങനെ വന്നിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടുത്തെ കുറച്ച് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനൊക്കെ പണ്ട് ആദ്യം കണ്ടതെന്നൊക്കെ ഉള്ള പരിചയം വെച്ചിട്ടൊക്കെ 2-3 എനിക്ക് പക്ഷെ അതില് ചെയ്യാനുള്ള, അതായത് ഓഡിഷൻ കൊടുക്കാൻ ഒരു ഹിന്ദി പെർഫോമൻസ് വേണം എന്തായാലും. അവിടെ എന്തായാലും ഓഡിഷൻ കൊടുക്കണം. അപ്പം പിന്നെ ടെസ്സിനെയൊക്കെ പോലത്തെ ആൾക്കാർക്ക്, ടെസ് ജോസഫ് ഒക്കെ വിളിച്ചിരുന്നു. നല്ലൊരു കാസ്റ്റിലൊക്കെയാണ് വിളിച്ചത്. പക്ഷെ എനിക്ക് അതിന്റെ അവരെന്നെ നിർബന്ധിക്കുമായിരുന്നു അവര് ചെയ്യാൻ. പക്ഷെ എനിക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ആ കോൺഫിഡൻസ് വന്നിട്ടില്ലാത്തോണ്ട് ഹിന്ദി വിട്ടുപിടിച്ചിരിക്കാം. അത് ശരിയാക്കണ്ടേ. നല്ല നല്ല അവസരങ്ങളൊക്കെ വരുമ്പോ നമ്മള് റോഷൻ അവിടെ ഉണ്ടായിരുന്നു കുറെ കാലം. അതാ എനിക്ക് അവിടെയൊന്നും അങ്ങനെ വലിയ ഭാവി ഉണ്ട് എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. എനിക്ക് ഇവിടെ ഒക്കെ നിന്നാ മതി. അപ്പൊ അങ്ങനെ ഒരു വേഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കോൺഫിഡൻസ് തോന്നുന്ന ഒരു സമയത്ത് ചെയ്യണമെന്നുണ്ട്. അതാ അടിപൊളിയാവട്ടെ, വേഗം അതും സെറ്റ് ആവട്ടെ. പാൻ ഇന്ത്യൻ ആക്ടർ ആവട്ടെ. ഞാൻ അങ്ങനെ വരട്ടെ. ഞാൻ അടുത്ത് വരുമ്പോ അടുത്തത് പാൻ ഇന്ത്യൻ ആക്ടർ രാജേഷ് മാധവന്റെ കൂടെ ഞാൻ ചൈതന്യ ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണ്. അങ്ങനെ പറയണേ, വരട്ടെ, അങ്ങനെ തന്നെ വരട്ടെ, അങ്ങനെ വരട്ടെ, നിനക്ക് അങ്ങനെ തന്നെ വരട്ടെ. രാജേട്ടാ ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.